ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോർ മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബാലചന്ദ്രൻ ബബിതയും കൂട്ടി ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ടൗണിലേക്ക് പോകുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബബിതയോട് തന്നെ അത് കൊണ്ടു കൊടുക്കാൻ പറയുമ്പോൾ ബബിത അത് കൃഷ്ണമോളെ ഏൽപ്പിക്കുകയാണ്. കൃഷ്ണമോളും അത് അലീനയെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ ഡ്രസ്സൊക്കെ നശിപ്പിച്ചത് കൊണ്ട് തന്നെ പണിഷ്മെൻ്റായിട്ടാണ് ബബിതേച്ചിയും കൂട്ടി അച്ഛൻ ഇന്ന് ടൗണിൽ പോയി ഈ ഡ്രസ്സൊക്കെ മേടിച്ചത്. ഇതൊക്കെ മേടിച്ചത് ബബിതേച്ചിയാ, അച്ഛൻ്റെ സെലക്ഷൻ ആണെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക. ബബിതയ്ക്കാണെങ്കിൽ അച്ഛൻ ഈ ചെയ്തത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ബബിതയ്ക്ക് അത് ഒരുപാട് ദേഷ്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അലീന ബാലചന്ദ്രന് ചായ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഡ്രസ്സൊക്കെ ഇഷ്ടമായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് അച്ഛൻ ഡ്രസ്സ് എടുക്കാനായിട്ട് ടൗണിലേക്ക് പോകണ്ടായിരുന്നു എന്ന്. അതെന്താ അലീന അങ്ങനെ പറഞ്ഞത്? നിനക്ക് മാറിയിടാൻ ഡ്രസ്സ് ആവശ്യമില്ലേ? ബബിതയെല്ലാം നശിപ്പിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല അച്ഛാ, ഇന്ന് തന്നെ അച്ഛൻ അവളെയും കൂട്ടി ഡ്രസ്സ് മേടിക്കാൻ പോയത് അവൾക്ക് എന്നോടുള്ള ദേഷ്യം കൂട്ടിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുക. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് വേണം മോളെ, അവൾ കാണിച്ച അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. അവളെ ഇങ്ങനെ വെറുതെ വിട്ടാലും പറ്റില്ലല്ലോ, ഒരു പനിഷ്മെൻ്റായിട്ട് തന്നെ ഞാനിതിനെ കണ്ടതെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആട്ടെ, ഡ്രസ്സൊക്കെ നിനക്ക് ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് പിന്നെ ഇഷ്ടമാകാതിരിക്കുമോ അച്ഛാ, അച്ഛനല്ലേ സെലക്ട് ചെയ്തത്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് കൊണ്ടു തന്നപ്പോൾ അവളുടെ മുഖത്തെ ഭാവം എന്തായിരുന്നു? അവൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ, ദേഷ്യം കാണിക്കുകയോ വല്ലതും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് പിന്നെ കൃഷ്ണമോൾ അച്ഛൻ എൻ്റെ കയ്യിൽ കവർ കൊണ്ട് തന്നത്, ബബിതയല്ല. ബബിത അത് കൃഷ്ണമോളുടെ കൊടുത്തു, കൃഷ്ണമോൾ എൻ്റെ കൊണ്ട് തന്നു എന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബബിതയല്ലേ കൊണ്ട് തന്നത്? ഞാൻ അവളോട് നീ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് അവൾ കൃഷ്ണമോളെ ഏൽപ്പിച്ചു അല്ലേ? അവളെ വിളിക്ക്, അവളോട് ഞാൻ തന്നെ ചോദിക്കാന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും വേണ്ടച്ചാ, ഇനി അതേപ്പറ്റി ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കേണ്ട അച്ഛാ, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. പകരം വേറെ ഡ്രസ്സ് മേടിക്കുകയും ചെയ്തു, ഇനി അതേപ്പറ്റി ഒന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് അലീന. അല്ല മോളെ, അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളെ കുറച്ചുകൂടെ മര്യാദ പഠിപ്പിക്കാനുണ്ട്. അവൾ അവളുടെ അമ്മയുടെ അഹങ്കാരവും ധിക്കാരവും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ വിട്ടാ ഭാവിയിൽ അവളും വലിയൊരു അഹങ്കാരിയായി മാറും എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, വേണ്ടച്ചാ, അത് കഴിഞ്ഞില്ലേ, അത് വിട്ടേരെ, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ, അവൾ എന്തെങ്കിലും ഒരിക്കലും ഞാൻ ആരാന്നുള്ളത് മനസ്സിലാക്കുമല്ലോ, എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന തന്നെയാ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രന് അതങ്ങോട്ട് ക്ഷമിക്കാനും തോന്നുന്നില്ല. ബാലചന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ദേഷ്യം കിടക്കുന്നുണ്ട്. നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇനി അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പം അലീന പറയുക, അത് പിന്നെ അത് വേറൊന്നും അല്ല അച്ഛാ, അവളുടെ വരവും പോക്കും അവളുടെ കൂട്ടുകാരും ഒത്തുള്ള കറക്കവും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ടേക്ക് അലീന വിട്ടു പറയുന്നില്ലെങ്കിലും ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ സംശയമാവുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ ഇത് പറയാൻ എന്താ കാരണം? അത് പിന്നെ വേറൊന്നും അല്ല അച്ഛാ, അവൾ രാവിലെ സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത്, എല്ലാ ദിവസവും അവൾ ക്ലാസ്സിൽ ചെല്ലുന്നുണ്ടോ, അവളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, അതുപോലെ തിരികെ കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ ഒരു സംശയമാവുന്നുണ്ട്. ഒരു സംശയത്തോടെ തന്നെ അലീനയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവൾ വഴിതെറ്റി പോകും വച്ചാ, ഇപ്പൊ അവൾക്ക് ആരെയും പേടിയില്ല, വല്ല ചതിക്കുഴിയിലും ചെന്ന് വീണുപോയാൽ നമ്മൾ എന്തു ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രന് വീണ്ടും സംശയം കൂടിക്കൂടി വരികയാണ്. അച്ഛൻ അവളെ ഒന്ന് നിയന്ത്രിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവൾ വഴിതെറ്റിപ്പോകും, അല്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി കളയും എന്നിങ്ങനെ പറയുക. അതും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീന പെട്ടെന്ന് ബബിതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും ബാലചന്ദ്രനും അത് സംശയമാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി നൈറ്റ് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. കാരണം എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രോഹിത് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ബാലചന്ദ്രനോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛ, രോഹിട്ടിന്റെ കാര്യത്തിൽ അച്ഛൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും വൈകിയാണ് വരുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ പുതിയ പുതിയ ഓരോ ശീലങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും കള്ളു കുടിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് ബാലചന്ദ്രന് നല്ല ഷോക്കായി. കാരണം രോഹിത് കള്ളു കുടിച്ചെന്നോ, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ബബിത രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാനാവുന്നില്ല കേട്ടോ ബബിതയ്ക്ക്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ഈ വീട്ടില് ഞാൻ അറിയാതെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ, ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും തന്നെ ഞാൻ അറിയുന്നില്ല, എന്നോട് ആരും ഒന്നും പറയുന്നുമില്ല, ഞാനായിട്ട് തന്നെ ഓരോന്നൊക്കെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ.
അലീനയുടെ മുഖത്ത് നോക്കിയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നതും. അലീന ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. രോഹിത്തിന്റെ കാര്യവും ബബിതയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് രോഹിത് കയറി വരുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ നീ വന്നോ? കറക്റ്റ് സമയത്ത് തന്നെയാണ് നീ വന്നതെന്നും പറയുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്നുണ്ട്. എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പറയുമ്പോൾ, വേണ്ട എനിക്കിപ്പോൾ വിശക്കുന്നില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ, ഞാൻ മുറിയിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത്ത് മോളോട്ട് കയറി പോകാൻ നോക്കുന്നുണ്ട്. അല്ല നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ ഞാൻ ടെറഫിലായിരുന്നു, ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് രോഹിത്ത്. ബാലേന്ദ്രൻ സംശയത്തോടെ തന്നെ രോഹിത്തിനെ നോക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് പോവുകയാണ്. അലീന ടേബിളിലുള്ള പ്ലേറ്റും കറുപാത്രങ്ങളും ഒക്കെ ആയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം അലീനയെ സഹായിക്കാനായിട്ട് കൃഷ്ണമോളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ കഴിച്ചതിന് ശേഷം മുൻവശത്തെ സെറ്റിയിൽ പോയിരിക്കുകയാണ്. രോഹിത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ബബിതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയുടെ ഡ്രസ്സ് നശിപ്പിച്ച കാര്യം ചോദിക്കാൻ വിളിച്ചപ്പോൾ തർക്കുത്തരം പറയുന്ന പോലെയാണല്ലോ അവൾ മറുപടി പറഞ്ഞത്. ഞാൻ തന്നെയാ ചെയ്തെന്ന് അവൾ കുറ്റം സമ്മതിക്കല്ലായിരുന്നോ? തല്ലിനെങ്കിൽ അച്ഛൻ തല്ലിക്കോ എന്നും പറഞ്ഞ് ഭയങ്കര ധിക്കാരത്തോടെയല്ലേ അവൾ എൻ്റെ മുമ്പിൽ നിന്നത്. എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ബബിതയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? അമ്മ ഡിസ്ചാർജായി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക, അവളുടെ കൂടെ പോകാൻ തയ്യാറായിരിക്കുക അവള്. ഇതിനിടെയൊക്കെ പോക്കിയത് എങ്ങോട്ടേക്കാ? ബബിതയെക്കുറിച്ച് അലീന അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഇത്രയും നാളും അവൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ബബിതയുടെ കാര്യം പറയണമെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരവില്ലേ? ബബിത എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അത് അലീനയ്ക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ അവൾ പറഞ്ഞത് അവളെ നിയന്ത്രിക്കണമെന്ന്. അല്ലാതെ അവള് വേറെ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇല്ലെങ്കിൽ അവൾ വീട് വിട്ടിറങ്ങി പോകും എന്നൊക്കെയല്ലേ പറഞ്ഞത്. അതൊക്കെ തന്നെയാണ് ബാലചന്ദ്രന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ രോഹിത്, അവൻ ആ ഹരിയുടെ കൂടെ കൂടിയാ ഓരോ ശീലങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും മതിയാവത്തില്ലേ ഇവന്മാർക്കൊന്നും? എന്തിനു ഇവന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നേ? അല്ല, ഇവിടെ അവർക്ക് എന്ത് കുറവുണ്ടായിട്ടാ? ആഹാരത്തിന് ആഹാരം, ഡ്രസ്സിന് ഡ്രസ്സ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയല്ലേ അവർ ജീവിക്കുന്നത്. പിന്നെയും അവർ ഈ വേണ്ടാത്ത പണികളൊക്കെ കാണിച്ചു കൂട്ടുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തെ. രണ്ടുപേരെയും ശരിക്കൊന്ന് പിടിക്കേണ്ട സമയമായി. ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയും കൃഷ്ണമോളും കിച്ചണിൽ തന്നെ എല്ലാം ഒതുക്കി വെക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബബിത ആ സമയത്ത് റൂമിൽ കയറി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ കിച്ചണിൽ പോയി നോക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും അടുക്കളയിലുണ്ട്. ബബിതയെ നോക്കുമ്പോഴേക്കും ബബിത റൂമിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ബബിതയുടെ റൂമിലെ ഡോറിൻ്റെ അവിടെ നിന്ന് തന്നെ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. അത് ബബിത കാണുന്നില്ല കേട്ടോ. ബബിത ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ബാലിന് മനസ്സിലാവുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, നാളെ എന്തായാലും പറ്റില്ല, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊക്കെ നിനക്കറിയാമല്ലോ. ഭാഗ്യത്തിന് അവൾ അച്ഛനെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇനിയും ഇതുപോലെ റിസ്ക് എടുക്കാനൊന്നും കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. ബബിത പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ? എന്തിനാ എന്നെ കണ്ടുവിടുന്നത് തന്നെ കട്ട് ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അച്ഛാ. നാളെ അവള് സിനിമയ്ക്ക് പോയാലെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് പറ്റത്തില്ലെന്നൊക്കെ പറയുകയായിരുന്നു എന്നിങ്ങനെ പറയുക. ഞാനത് എനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുകയായിരുന്നു. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആണോ? ഓ അതായിരുന്നോ? പിന്നെ എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? ഇപ്പം നീ പഠിത്തത്തിൽ വല്ലാണ്ട് ഉഴപ്പുന്നുണ്ടോ? നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് പഠിത്തത്തോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണല്ലോ എനിക്ക് തോന്നുന്നേ. നീ ക്ലാസ്സിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോളേജിലൊക്കെ വന്ന് അന്വേഷിക്കും, ക്ലാസ്സിലേക്ക് തന്നെയാണോ കറക്റ്റ് പോകുന്നതെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുമുണ്ട്. ഇപ്പോൾ കൃഷ്ണമോൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കൃഷ്ണമോൾ വന്ന ഉടനെ തന്നെ കിടക്കാൻ പോവുക. നാളെ രാവിലെ തന്നെ കോളേജിൽ പോകണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും നീ കൃഷ്ണമോൾ വന്നിട്ടല്ലേ കിടക്കാൻ നിൽക്കുന്നേ? നിനക്ക് അവരുടെ കൂടെ പോയി കിച്ചണിൽ എന്തെങ്കിലും ഒന്ന് സഹായിച്ചുകൂടെ? ഈ പണിയൊക്കെ നീ ഇനി എന്നാടി പഠിക്കുന്നത്? നിന്റെ അമ്മയെ പോലെ തന്നെ നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ബബിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബബിത ഉടനെ തന്നെ മുഖത്ത് വല്ലാത്ത ദേഷ്യമൊക്കെ കാണിക്കുകയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ എന്നാ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞാലും ഉടനെ ഒന്നും അനുസരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രന്റെ മനസ്സിൽ സംശയമാവുകയാണ് കേട്ടോ. ബബിതയുടെ ആ ഒരു പരിങ്ങലും ആ ഒരു വെപ്രാളും ഒക്കെ കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് ബാലചന്ദ്രൻ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. റൂമിൽ നിന്നിറങ്ങി അപ്സ്റ്റെയറിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് രോഹിത്തിന്റെ റൂമിലേക്കാണ്.
രോഹിത് റൂമിൽ കുളിക്കുകയായിരിക്കും കേട്ടോ. ബാലചന്ദ്രൻ എന്നിട്ട് റൂമിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ചെക്കൊക്കെ ചെയ്യുക. കുളി കഴിഞ്ഞിറങ്ങുന്ന രോഹിത് ബാലചന്ദ്രൻ കാണുമ്പോഴേക്കും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ അച്ഛാ, അച്ഛൻ എന്താ നോക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ല അത് പിന്നെ ഇപ്പം നീ കുറച്ച് പുതിയ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. ഇടയ്ക്കിടയ്ക്ക് റൂമിലൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. രോഹിത് മറുത്തൊന്നും പറയാഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബാലൻ രോഹിത്തിനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട്. ഹരിയാണ് നിന്നെ വഴിതെറ്റിക്കുന്നത്. അവന്റെ കൂടെ കൂടി നീ ഓരോന്ന് കാണിച്ചു കൂട്ടി വെക്കരുത്. അവസാനം അവന്റെ വാക്കും കേട്ട് നീ ഇറങ്ങി തിരിച്ചാ നിന്നെ അവൻ ജയിലിലാക്കുമെന്നും പറയുക. പോലീസിന്റെ ഇടിയും കൊണ്ട് കുറച്ചുനാൾ അവിടെ കിടക്കേണ്ടി വരും. അവന്റെ കയ്യിലിരിപ്പൊക്കെ നിനക്കറിയാവുന്നതല്ലേ. അവൻ ഇവിടെ കയറി വന്ന് നിന്നെ കൂട്ടി അലീനെ ഉപദ്രവിക്കാൻ നോക്കിയതൊക്കെ നിനക്കറിയാമല്ലോ. അതൊക്കെ വകുപ്പ് വേറെയാ. അന്നത് പോലീസ് കേസ് ആകാഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത്. അതുപോലുള്ള ഓരോ കെണിയിലും ചെന്ന് പെടാൻ നിൽക്കരുത്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇനി മേല മദ്യപിച്ചുകൊണ്ട് നീ ഈ വീട്ടിലേക്ക് വന്നേക്കരുത്. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ള പരിപാടികൾക്ക് ഒന്നും തന്നെ ഞാൻ സമ്മതിക്കില്ല. ഇനിയും നീ ഇത് ആവർത്തിച്ചു എന്നറിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പ്രതികരിക്കുന്നത്. അത് നിനക്ക് ഓർമ്മ വേണം രോഹിത്തെ എന്നൊക്കെ തന്നെ പറയുകയാണ്. പിന്നെ ഒരുത്തി പറഞ്ഞു കഴിഞ്ഞു, അവൾ അവളുടെ അമ്മ ഡിസ്ചാർജ് ആകുന്ന വരെ ഇവിടെ നിൽക്കുകയുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് അവൾ അവളുടെ അമ്മയുടെ കൂടെ അമ്മ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി നിൽക്കുമെന്ന്. ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ. അങ്ങനെയാണോ നിനക്കും? നീയും അങ്ങനെ തന്നെയാണോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്, അമ്മയുടെ കൂടെ പോയി താമസിക്കാൻ? അല്ല, അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ കൂടെയും നിങ്ങൾ കുറച്ചു ദിവസം പോയി നിൽക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എങ്കിലേ നിങ്ങൾ ഇവിടുത്തെ സുഖസൗകര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുള്ളൂ എന്നും പറയുക. അപ്പൊ രോഹിത് പറയണ്ടേ, അത് പിന്നെ അവളിവിടെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛാ. അവളെ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു വിടാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ തന്നെ പോകും. അതിൽ സംശയമൊന്നുമില്ല എന്നൊക്കെ തന്നെ രോഹിത് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ ചുരുക്കി പറഞ്ഞ നിവർത്തിയില്ലാത്തത് കൊണ്ടാണല്ലേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്? ആ, അതൊക്കെ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമല്ലേ. ഇനി ആരും ഇവിടെ നിർബന്ധിച്ച് പിടിച്ചു നിർത്താനൊന്നും ഞാൻ നോക്കുന്നില്ല. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആകും കേട്ടോ. അതിനൊന്നും ഞാനൊരു തടസ്സവും പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടാകണം. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം കുടിച്ചു കൂത്താടി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. നീ കാരണം ഈ വീട്ടിലുള്ളവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. നിന്റെ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞ് എങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളെ നിയന്ത്രിക്കാനും വേണ്ട പോലെ നോക്കി വളർത്താനും ഒക്കെ നിന്റെ അമ്മയ്ക്ക് കഴിവുണ്ടല്ലോ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം കുടിച്ചു കൂത്താടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ എങ്ങാനും നീ ഇനി ഇങ്ങോട്ടേക്ക് കയറി വന്ന ആ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ പുറത്താക്കും. അത് നീ ഓർത്തു വെച്ചോണം. ആദ്യം തന്നെ നീ ആ ഹരി എന്ന് പറയുന്ന തലതെറിച്ചവന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. എങ്കിലേ നീ നന്നാവുള്ളൂ എന്നും പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ രോഹിതന്റെ റൂമിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ രോഹിത്താട്ടെ, ഞാൻ കള്ളു കുടിച്ച് വന്ന കാര്യങ്ങളൊക്കെ ആരാ അച്ഛനോട് പറഞ്ഞു കൊടുത്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. രോഹിത്തിന്റെ മനസ്സിലും അലീന തന്നെയാണ് കേട്ടോ. കാരണം ഇതിനു മുമ്പും ഇതുപോലെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും അലീനയാണല്ലോ കണ്ടുപിടിച്ചതാ. പക്ഷേ ഞാനന്ന് കുടിച്ചിട്ട് വന്നപ്പോൾ അലീന ഇവിടെ ഇല്ലായിരുന്നല്ലോ. കൃഷ്ണമോളും ബബിതയും മാത്രമല്ലേ ഉള്ളായിരുന്നോ? ആ, കൃഷ്ണമോൾ അവളുടെ സൈഡല്ലേ, അവള് പറഞ്ഞു കൊടുത്തു കാണും. അങ്ങനെ ആയിരിക്കും അച്ഛനത് അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ അലീനയും കൃഷ്ണമോളൊക്കെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്കാനായിട്ട് വരികയാണ് കേട്ടോ. കൃഷ്ണമോൾ അലീനയെ സഹായിച്ചിട്ട് റൂമിലേക്ക് വരുമ്പോഴേക്കും ബബിത കൃഷ്ണമോളോട് ചൂടാവുകയാണ്. അത് വേറൊന്നിനുമല്ല, എന്തിനാ നീ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് പറയേണ്ട കാര്യമല്ലേ ചേച്ചി, ഇപ്പൊ തന്നെ അത് പറയാൻ ലേറ്റ് ആയതിനല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞത്. രോഹിയേട്ടൻ ഇങ്ങനെ കുടിച്ചു കൂത്താടി വരുന്നത് അച്ഛനോട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എന്താ ഇത്ര തെറ്റെന്ന് തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. ബബിത പറയുക, എനിക്കറിയാം, അവള് പറഞ്ഞിട്ടല്ലേ നീ ഇതിപ്പോ അച്ഛനോട് പറഞ്ഞു കൊടുത്തത്. ഇതിനു മുമ്പും രോഹിത്ത് കള്ളു പിടിച്ചിട്ട് വന്നപ്പം അച്ഛനോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ, പിന്നെ ഇപ്പൊ മാത്രം പറഞ്ഞു കൊടുത്ത് എന്തിനാടി എന്നിങ്ങനെ ചോദിക്കാം. അവളുടെ കൂടെ കൂടി നീ എന്തിനാടി സ്വന്തം കൂടപ്പറപ്പിനെ തന്നെ ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നത്? നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ബബിത. അപ്പൊ കൃഷ്ണമോൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. അതും അച്ഛനോട് പറയേണ്ട കാര്യം തന്നെയായിരുന്നു. രോഹിയേട്ടന്റെ കാര്യത്തേക്കാ വലിയ കാര്യമാണ് അതായിരുന്നു ശരിക്കും അച്ഛനോട് പറയേണ്ടിയിരുന്നത്. ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞേനെ. പിന്നെ അലീന ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് അച്ഛനോട് പറയാതിരിക്കുന്നതും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരുടെ കാര്യത്തിലാണ് ഒരു തീരുമാനമാകുന്നതെന്ന് കാണാമായിരുന്നു എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. ബബിത ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ അതും അവള് നിന്റെ ചെവിയിൽ ഓതി തന്നല്ലേ? ഓതി തന്നു, ഞാൻ എല്ലാം അറിയുകയും ചെയ്തു.
ബബിതേച്ചി എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നെന്നുള്ളതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. അല്ല ബബിതേച്ചി, ഇത് എന്ത് ഭാവിച്ചാ ബബിതേച്ചി ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ അറിയില്ലേ? പിന്നെ ബബിതേച്ചിയുടെ പഠിപ്പും എല്ലാം അച്ഛൻ നിർത്തും. അച്ഛൻ ഇതിനെങ്ങനെ പ്രതികരിക്കുന്നു പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ കൃഷ്ണമോള്. ബബിതയ്ക്ക് എന്നാ ഒരു കൂസലുമില്ല. ബബിത അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ട്, എന്തോന്ന് പ്രതികരിക്കാൻ, അറിഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കേട്ടതൊക്കെ സത്യം തന്നെയല്ലേ എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുമ്പോഴേക്കും, നീ അറിഞ്ഞതൊക്കെ ശരി തന്നെയാ, ഞാനും അവനും തമ്മിൽ ഇഷ്ടത്തിലാ, അവനെ എനിക്ക് അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ തന്നെ ബബിത പറയുക. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്തൊരു ധൈര്യമാ ബബിതേച്ചിക്ക്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്ര നല്ലതാണെന്നാണോ ബബിതേച്ചി വിചാരിച്ചേക്കുന്നത്? പട്ടാപ്പകല് ആരോരും ഇല്ലാത്ത സമയത്ത് അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി റൂമിൽ കയറ്റി കഥ അടച്ചിടുന്നതൊക്കെ ശരിയാണെന്ന് ബബിതേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്കത് പറയാൻ തന്നെ അറയ്ക്കുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് സംസാരിക്കുക, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതെന്റെ ഇഷ്ടമാടി, ഞാൻ ഇനിയും അവനെ വിളിക്കും, അവന്റെ കൂടെ പോകും, അവന്റെ കൂടെ ഇറങ്ങി പോകും എന്നൊക്കെ നമ്മുടെ ബബിത അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യുവടി? അവള് പറയുന്നത് കേട്ടോണ്ടല്ലേ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നോക്കിയിരുന്നോ, അവള് നല്ല 8ന്റെ പണി തന്നെ നിനക്കിട്ടും തിരിച്ചു തരും, അപ്പോഴേ നീ പഠിക്കുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചി നന്നായിട്ട് അറിയാം, ആർക്കും ഒരു ദോഷം വരണമെന്ന് അലീന ചേച്ചി ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ല രീതിക്ക് സ്നേഹത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ അലീന ചേച്ചി ആഗ്രഹിക്കുന്നുള്ളൂ. ചേച്ചി നമ്മളെയൊക്കെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ ചേച്ചി അതിനെ തിരുത്തി തരുന്നത്. അല്ലാതെ ചേച്ചി ഇവിടെ ആരുടെ മേൽ അധികാരമൊന്നും കാണിക്കുന്നല്ല എന്നൊക്കെ തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ബബിതയ്ക്ക് അത് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൃഷ്ണമോള് വന്നിട്ട് അലീനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ടത്, ആ സ്പോട്ടിൽ തന്നെ അച്ഛനോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. നിങ്ങളെയൊക്കെ ഇങ്ങനെ വിടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരം എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോള് പറയുക. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നാടി നീ പറയുന്നേ? ചെന്ന് പറഞ്ഞു കൊടുക്ക് നീ നിന്റെ അച്ഛനോട്. എന്താ ചെയ്യുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ അഹങ്കാരത്തോട് പറയുകയാണ് ബബിത. ഇനിയിപ്പോൾ അച്ഛൻ അറിഞ്ഞാലും എനിക്ക് 2 തല്ല് കിട്ടുമായിരിക്കും, അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അങ്ങനെ 2 തല്ല് കിട്ടിയെന്നും പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവൻ്റെ കൂടെയേ ഉള്ളൂ. അവൻ എന്നെ കെട്ടാൻ എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെന്തായാലും അവനെ ചതിക്കത്തുമില്ല. അതുകൊണ്ട് ഞാനെന്തായാലും അവനെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. വരുന്ന എന്താന്ന് വെച്ചാലും അത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നൊക്കെ ഭയങ്കര ധിക്കാരത്തോടെ തന്നെ നമ്മുടെ ബബിത പറയുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോള് ബബിതയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി സെറ്റിയിൽ വന്നിരുന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇനി ഇത് അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ബബിതേച്ചിയുടെ അഹങ്കാരം കണ്ടില്ലേ, എന്തൊരു അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. അച്ഛനോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത്. എല്ലാം അച്ഛനോട് ഇനി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ കൃഷ്ണമോള്. റൂമിന്റെ മുമ്പിൽ ചെന്ന് നിന്നോണ്ട് അച്ഛൻ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, മോള് കയറുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ കൃഷ്ണമോള അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അല്ല എന്താ മോള് കിടന്നില്ലേ, മോൾക്ക് ഉറക്കം വരുന്നില്ലേ, രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ കാണാൻ വന്നത്. അച്ഛന് ഡിസ്റ്റർബ് ആയോ, അച്ഛൻ ഉറക്കം വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ മോൾ ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല മോക്ക് എന്താ പറയാനുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോള് ബബിതയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ബബിത ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് അറിയുമ്പോഴേക്കും ബാലചന്ദ്രൻ അതങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണമോള് പറയുന്നുണ്ട്, ബബിതേച്ചി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ബബിതേച്ചി അവന്റെ കൂടെ ഇറങ്ങി പോകാനും റെഡിയാകും. അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ തന്നെ ബബിതേച്ചി ഒരു പാഠം പഠിപ്പിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ ബബിതേച്ചിയോട് ചോദിക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ബബിതേച്ചി എന്ന് അവന്റെ കൂടെ പോകാൻ തന്നെ തയ്യാറായതാ. അലീന ചേച്ചി ആ ബബിതേച്ചിനെ പിടിച്ച് അകത്തിട്ടതും അവന് ചൂലെടുത്ത് ആട്ടി പായിച്ചതും ഒക്കെ. എന്നിട്ട് അലീന ചേച്ചി ബബിതയ്ക്കുള്ള ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു, ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാനിപ്പോ രോഹിയേട്ടന്റെ കാര്യം പറഞ്ഞത് ബബിതേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരും പറഞ്ഞ് എന്നോട് ചൂടായപ്പോഴാ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴേക്കും ചെയ്ത തെറ്റ് സമ്മതിച്ച് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, അതിനും എന്റെ നേരെ മെക്കിട്ട് കയറുകയായിരുന്നു. അച്ഛനോട് പറഞ്ഞു കൊടുത്താലും ഒരു കുഴപ്പമില്ല, എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറാന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അച്ഛനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും. ഇനി ഇതിങ്ങനെ വിട്ടുവെക്കാൻ പറ്റില്ല അച്ഛൻ തന്നെ പോയി ചോദിക്കണം. ബബിതേച്ചിയുടെ 2 തല്ല് കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ തന്നെ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ബബിതയുടെ റൂമിലേക്ക് തന്നെ ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ് ബാലചന്ദ്രൻ. ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അമലിനെ വീഡിയോ കോൾ ചെയ്യുന്ന ബബിതയാണ്. ബബിത പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് എഴുന്നേൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു ഫോണില്, നീ എന്തിനാ ഇപ്പൊ ഫോൺ കട്ട് ചെയ്തത്?
അല്ല, ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ തലകുറിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഉത്തരം പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നൊക്കെ നമ്മുടെ ബബിത അങ്ങ് ബാലേന്ദ്രനോട് പറയുക കേട്ടോ. ഇത് കേട്ട പാടെ ബാലചന്ദ്രൻ ബബിതയുടെ കാരണത്തിനിട്ട് തന്നെ ഒരെണ്ണം പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അഹങ്കാരി, ധിക്കാരി, എങ്ങനെ നിനക്ക് എന്നോട് ഇങ്ങനെ പറയാൻ തോന്നടി? ഇതുപോലുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് അവൾക്ക് ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബബിതയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ അച്ഛാ ഫോൺ ഇങ്ങിതാ അച്ഛാ എന്നിങ്ങനെ നമ്മുടെ ബബിത പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഇനിയിപ്പോൾ ഈ ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. എന്നിട്ട് നേരെ അലീനയുടെ റൂമിലേക്കാണ് കേട്ടോ ബാലചന്ദ്രൻ ചെല്ലുന്നത്. അലീന ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും പറഞ്ഞില്ലല്ലോ. ആ ഒരു ദേഷ്യം അലീനയോടും കാണിക്കാനായിട്ട് പോവുകയാണ്. നേരെ ചെന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടും നീ എന്താ അലീന എന്നോടൊന്നും പറയാഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അലീനയെ വഴക്ക് പറയുകയാണ് കേട്ടോ. ഞാൻ അത് പിന്നെ അച്ഛൻ അറിഞ്ഞാൽ അച്ഛനിത് ഒരുപാട് വിഷമമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നത്. ഞാൻ അവൾക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് നിർത്തിയേക്കുവാണ്. ഇനിയും ഇതുപോലെ അവൾ എന്തെങ്കിലും കാണിച്ചാൽ അച്ഛനോട് പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് ഞാൻ പേടിപ്പിച്ച് നിർത്തിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നിട്ട് അവൾക്കിപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അലീന. അവളിപ്പോഴും അവനെ വിളിക്കുകയും മെസ്സേജ് ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നീ എന്താ വിചാരിച്ചേ എന്നോട് പറയുമെന്നും പറഞ്ഞ് അവളെ പേടിപ്പിച്ച് നിർത്താൻ പറ്റുമെന്നോ? അവളെ വൈജയുടെ മോള, അങ്ങനെയൊന്നും അവൾ വിട്ടുകൊടുക്കുകയില്ല. എന്തു വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ട്. നീ അത് അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് വന്ന് പറയണമായിരുന്നു. അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. നീ കാണിച്ചത് മോശമായി പോയി എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ പറയുക കേട്ടോ. ഒന്നുമില്ലെങ്കിലും നിന്നെയും ഞാൻ എൻ്റെ ബബിതേനെയും കൃഷ്ണമോളെയും പോലെയൊക്കെ തന്നെയാണ് കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നിന്റെ അനിയത്തി ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് നീ എന്നോട് ആദ്യം തന്നെ വന്ന് പറയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛാ അത് പിന്നെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അച്ഛനോട് ഞാൻ രാവിലെ പറഞ്ഞതും അച്ഛൻ അവളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അവള് സ്കൂളിലേക്ക് പോകുന്നതും ക്ലാസ്സിൽ ചെല്ലുന്നുണ്ടോ എന്നൊക്കെയുള്ളതും തിരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ വരുന്നുണ്ടോ, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ബബിതയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ. അമലുമായിട്ട് ചേർന്നെടുത്ത വൃത്തികെട്ട ഫോട്ടോസും അവൻ അയച്ചിട്ടുള്ള മെസ്സേജുകളും എല്ലാം തന്നെ ബാലചന്ദ്രൻ കാണുകയാണ്. ബബിതയുടെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയുകയാണ് കേട്ടോ. ബബിത അവളുടെ അമ്മയുടെ അതേ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുന്ന ബാലൻ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവൾ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബബിതയ്ക്ക് അലീനയോടുള്ള ദേഷ്യം കൂടുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കാരണം ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തത് അലീന തന്നെ ആയിരിക്കും എന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതും. അലീനയുടെ ഡ്രസ്സൊക്കെ നശിപ്പിച്ചത് ഞാനാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തതായിരിക്കും എന്നൊക്കെ തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. എന്നാൽ കൃഷ്ണമോളാണ് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ളത് ബബിത മനസ്സിലാക്കുന്നില്ല. ബാലചന്ദ്രൻ അവിടുന്ന് പോയതിനു ശേഷം ബബിത നേരെ അലീനയുടെ റൂമിലേക്കാണ് വരുന്നത്. അവിടെ വന്ന അലീനയോട് വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ബബിത. നിനക്ക് ഞാൻ കാണിച്ചു തരാവടി, നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കെട്ടിക്കും, നിനക്ക് ഞാൻ കാണിച്ചു തരാവടി, നീ ഒറ്റൊരുത്തി കാരണമാടി ഇതൊക്കെ സംഭവിച്ചത്. അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുത്തത് നീയാണെന്ന് എനിക്കറിയാം. ഞങ്ങളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കാൻ നല്ലേടി വിചാരിക്കുന്നത്. അതിനെന്തായാലും സമ്മതിക്കില്ല. അമ്മയൊന്ന് ഇറങ്ങിക്കോട്ടെ, കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും എൻ്റെ ഫോണും അച്ഛൻ കൊണ്ടുപോയേക്കുവാ. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നമ്മുടെ അലീനയെ വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ ബബിത പോകുന്നത്. എന്നാൽ കൃഷ്ണമോള് പറഞ്ഞിട്ട് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് അലീന അറിയുകയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ കൃഷ്ണമോളെ കുറച്ച് വഴക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ബബിത ചിങ്ങനുള്ള തോന്നിയാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടി വെച്ചിട്ട് എന്തോ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. അച്ഛനോട് പറഞ്ഞു കൊടുത്താലും ഒരു കുഴപ്പമില്ല, എന്ത് വന്നാലും നേരിടാൻ തയ്യാറാന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു കൊടുത്തത്. ഇനിയും ബബിതേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നി ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. ഇപ്പം തന്നെ രോഹിയേട്ടൻ്റെ കാര്യം കണ്ടില്ലേ, അച്ഛനോട് പറയാൻ ലേറ്റായതിനാണ് അച്ഛൻ വഴക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞത്. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോള് പറയുക. ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അലീന ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്തതിൻ്റെ ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്, അത്രയേ ഉള്ളൂ. അലീന ചേച്ചി എന്നാലും കിടന്നുറങ്ങാൻ നോക്കുന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് കൃഷ്ണമോളും അലീനയും കൂടെ ഒന്നിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രൻ ഷോപ്പിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ബാലചന്ദ്രൻ നേരെ പോകുന്നത് അമ്മൻ്റെ വീടൊക്കെ അന്വേഷിക്കാനാണ്. ബബിതയുടെ ഫോണും കയ്യിലുണ്ട്. അങ്ങനെ അമലിൻ്റെ വീടൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ.
അവിടെ അമലിൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് നിങ്ങളുടെ മോനെ ഒന്ന് വിളിക്കുക, നിങ്ങളുടെ മോനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമലിൻ്റെ അമ്മയും അച്ഛനും ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്താണെങ്കിലും ഞങ്ങളോട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് പറ്റില്ല, നിങ്ങളുടെ മോനോട് തന്നെ പറയേണ്ട കാര്യമാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ മോനെ വിളിക്കുന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അമൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ ബാലചന്ദ്രനെ കാണുമ്പോഴേക്കും അമലിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പതുങ്ങിയും പരിങ്ങിയും വെപ്രാളത്തോടെയാണ് അമൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അമലിൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോഴേക്കും തന്നെ അമലിൻ്റെ അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇവൻ എന്തോ കാണിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നതെന്നൊക്കെയുള്ളത് അവർ മനസ്സിലാക്കിയാണ് കേട്ടോ. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ എന്നിട്ട് അമലിൻ്റെ കോളറിനെ തന്നെ കയറി പിടിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോളോട് ഇവൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളും ചെറ്റിത്തരങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാവോ എന്നിങ്ങനെ ചോദിക്കുക. ഇവൻ എൻ്റെ മോളെ സ്നേഹിച്ച് എൻ്റെ മോളെ വഴിതെറ്റിക്കാൻ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അമലിൻ്റെ 2 ചെകിടത്തും മാറി മാറി അടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എൻ്റെ മോളുമായിട്ട് ഇവൻ ഇഷ്ടത്തിലാണ്, ഇവരുടെ പ്രണയം ദിവ്യ പ്രണയം ഒന്നുമല്ല, എൻ്റെ മോളെ ചതിക്കാനാണ് ഇവൻ നോക്കുന്നത്. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ ദിവസം വീട്ടിൽ ആരോരും ഇല്ലാത്ത സമയം നോക്കി ഇവൻ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എൻ്റെ മോളോട് മോശമായിട്ട് പെരുമാറാൻ നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവൻ പറയണ്ട്, അത് പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്, ഞാൻ അവളോട് മോശമായിട്ട് പെരുമാറാനൊന്നും നോക്കിയില്ല എന്നും പറയുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടല്ലോ, നിങ്ങളുടെ മോൻ എൻ്റെ വീട്ടിൽ വന്നു, ആരെങ്കിലും ഇത് കണ്ട, ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അമലിൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, അത് പിന്നെ നിങ്ങളുടെ മോള് വിളിച്ചിട്ടല്ലേ ഞങ്ങളുടെ മോൻ വന്നത്, നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റില്ലേ, എൻ്റെ മോനെ മാത്രം തല്ലുന്ന എന്തിനാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മകനെ ഇങ്ങനെയാണോ വളർത്തേണ്ടത്, ബബിതയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഇട്ടും മുട്ടും തിരിയാത്ത എൻ്റെ മോളെ വശീകരിച്ച് അവളെ പലയിടത്തും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇവൻ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അമലിനോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവളുമായിട്ട് ഒരു ബന്ധവും ഇനി നിനക്ക് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ അവളുമായിട്ട് എന്തെങ്കിലും ബന്ധം നീ തുടർന്നാൽ അത് നിന്റെ നാശത്തിനായിരിക്കും, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം, പിന്നെ പോലീസ് കേസ് ആവും. അവളുമായിട്ട് ഈ ബന്ധം തുടരാനാണ് നീ നോക്കുന്നതെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അതും പറഞ്ഞുകൊണ്ട് തന്നെ അമലിനെ സെറ്റിയിലോട്ട് തള്ളിയിട്ടിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അമലിന്റെ മനസ്സിൽ അതൊരു വലിയ വൈരാഗ്യമായിട്ട് വളരുകയാണ് കേട്ടോ. കാരണം സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഇതുപോലൊരു കേസും പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലിട്ട് തല്ലുമൊക്കെ ചെയ്തില്ലേ, അതും ഇതുപോലൊരു പെണ്ണ് കേസിന്റെ കാര്യവും പറഞ്ഞ്, അതുകൊണ്ട് തന്നെ അമലിന് അത് നല്ല ദേഷ്യമായിട്ടുണ്ട്. അമൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിനുള്ള തിരിച്ചടി ഞാൻ തനിക്ക് തന്നിരിക്കും, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച താൻ എന്നെ നാണം കെടുത്തിയത്, നിങ്ങളുടെ മോളുടെ ഫോട്ടോസും വീഡിയോസും മെസ്സേജ് അയച്ചതും എല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ഞാൻ കളിക്കുന്നുണ്ട്, തൻ്റെ മോള് ഞാൻ വിളിച്ച എവിടെയും വരുവടോ, കാരണം അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, അവൾക്ക് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, അതുകൊണ്ട് താൻ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തൻ്റെ മോൾ എൻ്റെ വലയിൽ വീണ് കഴിഞ്ഞെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അമല്. ഇപ്പം ഇയാൾ എൻ്റെ വീട്ടിൽ കയറി തല്ലി, അതും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച്, അതിനുള്ള തിരിച്ചടി ഞാൻ അയാളുടെ മോളെ വെച്ച് തന്നെ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമല്. എന്നാൽ ബബിതയാകട്ടെ ഇതുപോലൊരു ചതിയനെയാണ് സ്നേഹിക്കുന്നത് പോലും മനസ്സിലാക്കാതെയാണ് ബബിത എല്ലാ അർത്ഥത്തിലും അമലിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും അവൻ്റെ കൂടെ അഴിഞ്ഞാടി പലയിടത്തും പോകുന്നതും നടക്കുന്നതുമൊക്കെ. അങ്ങനെ ബബിത റെഡിയായി കോളേജിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ബബിതയുടെ ഫോൺ ബാലചന്ദ്രൻ്റെ കയ്യിലാണല്ലോ, അതുകൊണ്ട് തന്നെ അമലിനോട് ഒന്നും സംസാരിക്കാനും പറ്റിയിട്ടില്ല. അച്ഛനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളതും അച്ഛനെ തല്ലി എന്നുള്ളതും ഒക്കെ തന്നെ നമ്മുടെ ബബിതയ്ക്ക് അമലിനോട് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അമലിനെ കാണണം, അമലിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ നമ്മുടെ ബബിത മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അമൽ അവിടോട്ട് വരുന്നുണ്ട്. അമൽ വന്നിട്ട് ബബിതയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിട്ട് എന്നെ തല്ലുകയൊക്കെ ചെയ്തു എന്ന് പറയുക. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ് കേട്ടോ. അച്ഛൻ എന്ത് പരിപാടിയായി കാണിച്ചത്, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണോ നിന്നെ തല്ലിയെന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുക കേട്ടോ. ബബിതയ്ക്ക് ചെറിയ രീതിക്കൊരു സങ്കടം വിഷമമൊക്കെ ആവുന്നുണ്ട്, കാരണം ഇത് വലിയൊരു നാണക്കേടായി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, എനിക്കും അതുപോലെ തന്നെ കിട്ടിയടാ, അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എനിക്കും കിട്ടി 2 തല്ലെന്നൊക്കെ ഇങ്ങനെ പറയാ. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നീ എന്നെ വിട്ടിച്ച് പോവൂടാ, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമല് പറയുന്നുണ്ട്, അതെന്ത് ചോദ്യമാടി, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കൈവിടുവോ, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും, മരിക്കാനാണെങ്കിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ തന്നെ പറയാനോട്ട് നമ്മുടെ അമല്. എന്നാൽ അമലിന്റെ മനസ്സിൽ കാര്യം കഴിയുമ്പം ഇവളെ കയറൂരി വിടണം, അതുപോലെ തന്നെ വീട്ടിൽ കയറി തല്ലിയതിന് ഇവളുടെ അച്ഛനിട്ട് ഒരു പണി കൊടുക്കണമല്ലോ, അതിനുള്ള വഴികളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും പോകുന്നവരെ പോകട്ടെ, അത് കഴിഞ്ഞ് നൈസായിട്ട് പണി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെയാണ് അമല ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊട്ടിയായ ബബിത ഇതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, അവനെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോകാൻ നേരം ബബിത പറയണ്ട്,
എൻ്റെ കയ്യിൽ ഫോണില്ല. അച്ഛൻ എൻ്റെ ഫോണൊക്കെ പിടിച്ച് മേടിച്ച് വെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വിളിയൊന്നും നടക്കുകയില്ല. നോക്കട്ടെ, നമുക്കിനി കോളേജിൽ വരുമ്പോൾ മാത്രം മീറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങനെ ബബിതയുടെയും രോഹിത്തിൻ്റെയും എല്ലാ കളകളികളും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ എന്നിട്ട് ബബിതയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ബബിതയും രോഹിത്തിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ. അവർക്ക് ഇവരോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അമ്മ ഡിസ്ചാർജ് ആയാൽ അമ്മയുടെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ബബിതയും രോഹിത്തും. നമുക്ക് നമ്മുടെ അമ്മയുടെ കൂടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ബബിതയും രോഹിത്തും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. എന്നാൽ അമ്മ ഡിസ്ചാർജായി വരുന്നതിന് മുമ്പ് തന്നെ മക്കളെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ബാലചന്ദ്രൻ അവിടെ ഇട്ട് രിക്ഷ എണ്ണ വരപ്പിക്കുകയാണ് നമ്മുടെ രോഹിയും ബബിതനും ഒക്കെ. അലീനയും കൃഷ്ണമോളും കട്ടയ്ക്ക് തന്നെ ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് കൂടെയുമുണ്ട്. അങ്ങനെ അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള പരിശ്രമത്തിലാണ് അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും ബാലചന്ദ്രനും ഒക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.